യുവതി നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെ അതിവേഗ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. യുവതിയുടെ മൊഴിയെടുപ്പ് പൂർത്തിയായിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നത്. റിനു ശ്രീധർ ചേരുന്നുണ്ട്. റിനു, അതിവേഗത്തിൽ മൊഴിയെടുത്തിരിക്കുന്നു. ഇനി കേസ് രജിസ്റ്റർ ചെയ്താൽ രാഹുലിന്റെ അറസ്റ്റിലേക്കായിരിക്കില്ലേ നീങ്ങുക അന്വേഷണ സംഘം? തീർച്ചയായിട്ടും ഗൂഗിൾ എന്തായാലും ആരോപണം ഉന്നയിച്ച് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ യുവതിയുടെ മൊഴി റൂറൽ SP സുദർശന്റെ നേതൃത്വത്തിൽ രേഖപ്പെടുത്തി എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഏകദേശം 4 മണിക്കൂറോളം ഈ മൊഴിയെടുപ്പ് തുടർന്നു. തിരുവനന്തപുരത്തെ റൂറൽ SP ഓഫീസിൽ വെച്ചാണ് ഈ മൊഴി രേഖപ്പെടുത്തിയത്, പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് FIR രജിസ്റ്റർ ചെയ്യുക, തുടർന്ന് ഈ യുവതിയുടെ 164 സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തുക, മജിസ്ട്രേറ്റിന്റെ മുന്നിലെത്തിച്ച് രേഖപ്പെടുത്തുക. ഈ നടപടിക്രമങ്ങളിലേക്കാണ് പോലീസ് അല്ലെങ്കിൽ അന്വേഷണ സംഘം കടക്കുക എന്നുള്ളതാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3:30 കൂടിയാണ് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സെക്രട്ടേറിയറ്റിൽ നേരിട്ടെത്തി ഈ യുവതി പരാതി നൽകിയത്. ഡിജിറ്റൽ രേഖകളും തെളിവുകളും എല്ലാം തന്നെ മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഹാജരാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്ന് ക്രൈംബ്രാഞ്ച് ADGP H വെങ്കടേശൻ ഈ പരാതി കൈമാറുന്നു. അതിനുശേഷമാണ് റൂറൽ SP സുദർശന്, കാരണം ഈ തിരുവനന്തപുരത്തെ ഒരു റൂറൽ മേഖലയിലാണ് ഈ പെൺകുട്ടി താമസിക്കുന്നത്, റൂറൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് പെൺകുട്ടി താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസ് റൂറൽ SPക്ക് കൈമാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. റൂറൽ SP സുദർശന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുന്നത്. എന്തായാലും നിമിഷങ്ങൾക്കകം തന്നെ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കകം തന്നെ ഈ കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് പോകും. എന്തായാലും കേസ് രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി MLA അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കുന്നത്. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് സമീപിക്കുവാനുള്ള ഒരു ഇടപെടലിലേക്ക് പോകുന്നു. പക്ഷേ നേരത്തെ തന്നെ ഹൈക്കോടതി ഇത്തരം കേസുകളിൽ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതാത് ജൂറിസ്ഡിക്ഷനിലുള്ള ജില്ലാ കോടതികളിൽ ജാമ്യ ഹർജിയുമായി പോകണം എന്നുള്ളതാണ്. അത്തരത്തിൽ അങ്ങനെ മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ ജില്ലാ കോടതികളിലായിരിക്കും ഈ മുൻകൂർ ജാമ്യാപേക്ഷ രാഹുൽ മാങ്കൂട്ടം നൽകുക. സാധാരണഗതിയിൽ ഇത്തരത്തിൽ മുൻകൂർ ജാമ്യവുമായി പോകുന്ന പ്രതികളെ അറസ്റ്റ് ചെയ്യാറില്ല. അങ്ങനെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള നിയമമൊന്നുമില്ല, പക്ഷേ അറസ്റ്റ് ചെയ്യാറില്ല. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനും MLAക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കടുത്ത നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ നീങ്ങുന്നത്, ഇത്തരം ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇപ്പോൾ ഒളിവിലാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെ കോൺഗ്രസ് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടം MLA തള്ളി പറയുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. നിലവിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ എത്തി താൻ നിയമപരമായി കേസ് നേരിടുമെന്നുള്ള ഒരു ഇടപെടലാണ് നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകുന്ന നടപടികളിലേക്ക് കടക്കുന്നു അന്വേഷണ സംഘം എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഏകദേശം 4 മണിക്കൂറോളം മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു യുവതിയുടെ. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഏതൊക്കെ വകുപ്പുകൾ ചുമത്തുക എന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോവുക. നിലവിൽ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി എന്നുള്ള ഒരു പരാതിയാണ് നിലവിൽ പ്രധാനമായും ഉള്ളത്. ഏകദേശം 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ശിക്ഷയാണ് എന്നുള്ളതാണ് നിയമവിദഗ്ധരടക്കം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയോട് രാജിവെക്കുവാൻ ഉൾപ്പെടെയുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെക്കുമോ എന്നുള്ളതാണ് നിലവിൽ നമുക്ക് അറിയേണ്ടത്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ UDF നേതാക്കൾ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ അടക്കം തള്ളിപ്പറഞ്ഞ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനോട് വെക്കാൻ ആവശ്യപ്പെടുമെന്നുള്ളതാണ്. ഇപ്പോൾ യുവതിയുടെ മൊഴിയെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. ഇനി കേസ് രജിസ്റ്റർ ചെയ്താൽ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതിലേക്കായിരിക്കും പോകുക. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ എവിടെയാണെന്നറിയില്ല. ഉച്ചവരെ പാലക്കാട് ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.